എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരാട്ടയിലെ ഗെറ്റ് കീവേഡ് യൂസേജിനെ കുറിച്ചാണ്. ആദ്യമേ നമുക്ക് ഇൻട്രഡക്ഷൻ നോക്കാം. ദ ഗെറ്റ് കീവേഡ് അലോസ് യു ടു സേവ് ദ റിസൾട്ട്സ് ഓഫ് എ ജേസൺ പാത്ത് എക്സ്പ്രഷൻ. ദ ഷോർട്ട് കട്ട് ഡോളർ വേരിയബിൾ നെയിം ഫോം ഈസ് ഓൾസോ സപ്പോർട്ടഡ്. എ കൺവീനിയൻസ് ദാറ്റ് ദ ഗെറ്റ് സിൻഡെക്സ് സപ്പോർട്ട് ഈസ് ടു റിട്ടേൺ എ സിംഗിൾ എലമെന്റ് if റൈറ്റ് ഹാൻഡ് സൈഡ് evaluates to a list like result. This is useful because the moment you use a wildcard or search filter in JSON path, you get an array back, even though typically you would only be interested in the first item. Get keyword യൂസ് ചെയ്യുന്ന JSON path എക്സ്പ്രഷൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഷോർട്ട് കട്ടായ ഡോളർ വേരിയബിൾ നെയിം എന്നൊരു ഫോമും സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഈ ഗെറ്റ് സിൻഡെക്സ് യൂസ് ചെയ്ത് നമുക്കൊരു സിംഗിൾ എലമെന്റ് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ലിസ്റ്റ് ലൈക്ക് റിസൾട്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ എലമെന്റ് റിട്ടേൺ ചെയ്യാം. ഈ ഒരു കൺവീനിയൻസ് കൊണ്ട് നമുക്ക് യൂസേജ് വരുന്നത് നമ്മൾ വൈൽഡ് കാർഡ് ക്യാരക്ടറായ സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു അറേയാണ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലെ ഫസ്റ്റ് ഐറ്റം ആയിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡെമോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും. ഞാൻ ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ API എൻഡ് പോയിന്റ് ആണ്. ഇതൊരു മോക്ക് ചെയ്തിരിക്കുന്ന API എൻഡ് പോയിന്റ് ആണ്. ഇത് ഞാൻ ബ്രൗസറിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുവാണ്. ഇതാണ് ഈ API ഹിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ആക്ടേഴ്സ് എന്നുള്ള ഒരു JSON അറേയാണ്. 2 ഒബ്ജക്ട്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് അറേ, ഇത് സെക്കൻഡ് അറേ. അതായത് ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്ലിപ്സ് IDക്കകത്ത് കരാട്ടെ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിൻ്റെ അകത്ത് home.test ഒരു പാക്കേജ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഗെറ്റ് കീവേഡ് ഡോട്ട് ഫീച്ചർ എന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചറിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സിനേരിയോ ഗെറ്റ് കീവേഡ് സിനേരിയോ 1. ഇവിടെ ഞാൻ URL ഹിറ്റ് ചെയ്യാനുള്ളതും അതുപോലെ മെത്തേഡ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 6th ലൈനിൽ റെസ്പോൺസ് എന്ന കീവേഡിലാണ് കരാട്ടെ കംപ്ലീറ്റ് റെസ്പോൺസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ URL ഹിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ആക്ടർ എന്നൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഞാൻ ഗെറ്റ് എന്നൊരു കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് റെസ്പോൺസ് ഇപ്പോൾ ആക്ടർ എന്ന വേരിയബിളിനകത്താണ്. അതിൽ നിന്ന് ഞാൻ ആക്ടർ ഡോട്ട് ആക്ടേഴ്സ് എന്ന JSON പാത്ത് യൂസ് ചെയ്ത ശേഷം വൈൽഡ് കാർഡ് ക്യാരക്ടറായ സ്റ്റാർ യൂസ് ചെയ്ത് അതിനുശേഷം ഏജ് എന്നുള്ള കീയിലേക്ക് പോയി. അപ്പം ഈ റെസ്പോൺസ് വരുന്ന കംപ്ലീറ്റ് ഏജിൻ്റെ ഡീറ്റെയിൽസ് ഈ ഏജ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ആകും. അതേപോലെ നെയിമും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അസേർഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏജ് എന്ന വേരിയബിളിനകത്ത് 2 വാല്യൂസ് കാണാം അറേ ആയിട്ട്, 56 53. അതുപോലെ നെയിം എന്ന വേരിയബിളിനകത്ത് ടോം ക്രൂയിസ്, റോബർട്ട് ഡൗണി എന്നുള്ള ആ വാല്യൂസ് കാണും. അത് നിങ്ങൾക്ക് ഈ റിക്വസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാണാം. ഇതൊരു അറേയാണ്. അപ്പം ഫസ്റ്റ് അറയ്ക്കകത്ത് ഇതാണ് ഡീറ്റെയിൽസ്, ഇതാണ് സെക്കൻഡ് അറേ ഡീറ്റെയിൽസ്. അപ്പം നെയിം എന്ന കീയുടെ വാല്യൂസ് നമ്മൾ വൈൽഡ് കാർഡ് ക്യാരക്ടർ യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നെയിം എന്ന കീക്ക് വാല്യൂസ് ആയിട്ട് ടോം ക്രൂയിസും കാണും, അതുപോലെ ഇതും കാണും. അതുപോലെ ഏജ് എന്ന കീയുടെ വാല്യൂസ് 56 53 ആണ്. അതാണ് ഇവിടെ നമ്മൾ അസേർട്ട് ചെയ്ത് നോക്കുന്നത്. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സിനേരിയോസ് 1 പാസ്റ്റ് 1. നമുക്ക് റിപ്പോർട്ട് ഒന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം പാസ്സായി. അപ്പം ഗെറ്റ് എന്നൊരു കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് JSON പാത്ത് എക്സ്പ്രഷൻ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഗെറ്റ് എന്നൊരു കീവേഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കീവേഡ് യൂസ് ചെയ്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള JSON പാത്ത് എക്സ്പ്രഷൻ നമ്മൾ ഫെച്ച് ചെയ്ത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സിനേരിയോ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഗെറ്റ് എന്നുള്ള കീവേഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പകരം ഡോളർ ആക്ടർ എന്നുള്ള സിൻഡെക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗെറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം
വേരിയബിൾ നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ഡോളർ എന്ന സിമ്പിളും കൂടെ മെൻഷൻ ചെയ്യണം. ഇവിടെ റെസ്പോൺസ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആക്ടർ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്കാണ്. ഇവിടെ ഏജ് എന്ന വേരിയബിളിലേക്ക് ആ ജേസൺ അറേയിലെ ഏജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഗെറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഈ ആക്ടർ എന്ന വേരിയബിളിനോടൊപ്പം തന്നെ ഡോളർ എന്ന സിമ്പിൾ യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്ക് ജേസൺ പാത്ത് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗെറ്റ് എന്നുള്ളൊരു കീവേഡ് ഇല്ല, പകരം ഡോളർ സിമ്പിളും വേരിയബിൾ നെയിമുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഞാൻ ഗെറ്റ് എന്നുള്ളത് കൊടുത്തു, അതിനുശേഷം ആക്ടർ എന്ന ആ വേരിയബിൾ ഡോട്ട് ജേസൺ പാത്ത് എക്സ്പ്രഷനാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ഡോളർ വേരിയബിൾ നെയിം കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഗെറ്റ് കീവേഡിൻ്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ജേസൺ പാത്ത് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. സെനാരിയോസ് 1 പാസ്റ്റ് 1. നമുക്ക് റിപ്പോർട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. പാസ്സായി. ഇപ്പോൾ ഗെറ്റ് കീവേഡ് യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡോളർ കറസ്പോണ്ടിങ് വേരിയബിൾ നെയിം വെച്ച് ജേസൺ പാത്ത് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് തേർഡ് സെനാരിയോ നോക്കാം. തേർഡ് സെനാരിയോയുടെ കേസിൽ നമ്മൾ ഇൻഡെക്സ് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 2 ലൈൻസ് സെയിം ആണ്. അതിനുശേഷം 29th ലൈനിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏജ് എന്താണെന്നുള്ളത് ഓൾറെഡി നമുക്ക് ഈ APIയുടെ എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അറിയാം. ടോം ക്രൂസിൻ്റെ ഏജ് ഇവിടെ 56 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളതൊരു വേരിയബിളിലേക്ക് ഫസ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഡെഫ് ആക്ച്വൽ ഏജ് ഈക്വൽ ടു 56. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർ മാർക്സ് ഒരു കീവേഡ് യൂസ് ചെയ്ത് ആക്ച്വൽ ഏജ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇതിൽ ടോം ക്രൂസ് എന്ന ആക്ടറിൻ്റെ ഏജ് 0th ഇൻഡെക്സിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗെറ്റ് ഓഫ് 0, അതിനുശേഷം ആക്ടർ ഡോട്ട് ആക്ടേഴ്സ് വൈൽഡ് കാർഡ് ക്യാരക്ടർ യൂസ് ചെയ്യുന്നു, ഡോട്ട് ഏജ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഏജ് 56 ആണെന്നുള്ള ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അസേർട്ട് ചെയ്ത് നോക്കുന്നു. അതേപോലെ ആക്ച്വൽ നെയിം ടോം ക്രൂസ് ആണെന്നുള്ളത് നമുക്ക് റിസൾട്ട് ചെയ്യുന്ന അറിയാം. അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇതാണ് ആ വേരിയബിൾ. അതിനുശേഷം ഈ വേരിയബിൾ നെയിം ഗെറ്റ് ഓഫ് 0 എന്നുള്ള ഇൻഡെക്സ് യൂസ് ചെയ്ത് സെയിം നെയിം തന്നെയാണ് വരുന്നതെന്നുള്ളത് അസേർട്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻഡെക്സ് നമുക്ക് ഗെറ്റ് കീവേഡ് കൂടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നമുക്ക് റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. അതും പാസ് ആയിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് കീവേഡ് എന്നുള്ളത് 3 രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഡയറക്റ്റായിട്ട് ഗെറ്റ് കീവേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡോളർ വേരിയബിൾ നെയിം എന്നുള്ള ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഇതൊരു ഷോർട്ട് കട്ടാണ്. അതുപോലെ ഇൻഡെക്സ് പാസ് ചെയ്ത് നമുക്ക് ജേസൺ പാത്ത് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.